ഇന്നെങ്കിലും നേരത്തെ നമ്മുടെ റുട്ടീൻ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഉറക്കം എങ്ങനെ നോക്കിയാലും നമ്മളെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് താമസിച്ചായാലും നമ്മൾ തുടങ്ങിയിരിക്കും. ഒരു ദിവസം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി അപ്പം നമ്മൾ ഡിപ്രഷനിലോട്ട് പോകും. ഇന്നത്തെ ഒരു വാപ്പ് തന്നെ കോഫി തുടങ്ങാം. പണ്ട് ഒറ്റയ്ക്ക് പുറത്ത് പോയി വെള്ളം കുടിക്കാത്ത ഞാനാണ്. ഇപ്പം എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ മാറ്റങ്ങളെല്ലാം കാണാനുണ്ട്. അങ്ങനെ അതും ഇതും എല്ലാം പറഞ്ഞ് അവസാനം ജിമ്മിലെത്തി. ആദ്യഘട്ടത്തെ വാപ്പും കാര്യങ്ങളും ചെയ്ത് നീ ബൈസിൽ തുടങ്ങാം. ഇന്ന് എന്തായാലും കുറച്ച് നമ്മൾ ലേറ്റ് ആയതുകൊണ്ടും കുറച്ച് മടിയുള്ളത് കൊണ്ടും കുറച്ച് വർക്കൗട്ടിൽ നിർത്താം. പിന്നെ ഏത് കാര്യത്തിലും കൺസിസ്റ്റന്റ് ആണെങ്കിൽ അത്യാവശ്യം റിസൾട്ട് ഒക്കെ വരും. ഇന്നലെ എന്തായാലും നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മുടെ തലയിൽ അനാവശ്യമായി വളർന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവനേനും വെട്ടി ഒതുക്കണം. രാവിലെ 10 മണിയാവുന്നേ ഉള്ളൂ. എന്താ കൂട്ടം! ഇത് ഈ കൂട്ടം കണ്ട് കണ്ണുകിട്ടായിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രക്രിയ. അകത്തിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് VIP സെറ്റപ്പിൽ എന്നെ പുറത്തിരുത്തി. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം എന്റെ ഹോട്ട് സീറ്റ് എത്തി. ഏതാ പേട്ടത്തല? എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽ കൗണാന്ന് തോന്നുന്നു ഉപയോഗിക്കുന്നത്. അങ്ങനെ ആവശ്യമില്ലാത്തമാരെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. മുടി വെട്ടിയെന്ന് അറിയാൻ വേണ്ടി തല അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട്. ഇനി നല്ലൊരു കുളിയും കഴിഞ്ഞ് നമുക്ക് ഇനി ഡ്യൂട്ടിക്ക് പോകാം. കാല് വെച്ച് ഇറങ്ങിയപ്പോഴേ നല്ല ക്ഷീണം മാറ്റാനായിട്ട് ഒരു കരിക്കും വെള്ളവും കയറ്റി അങ്ങനെ അതുപോലെ പഞ്ച് ചെയ്ത് ഡ്യൂട്ടിക്ക് കയറി. ഒഴിവു സമയങ്ങളിൽ ആരോഗ്യം ശ്രദ്ധിക്കാനും മറന്നിട്ടില്ല. എന്തെങ്കിലും കിട്ടിയ അപ്പം അകത്ത് കയറ്റിക്കണം. വൈകുന്നേരത്തെ കലാപരിപാടികളും മറന്നിട്ടില്ല. ഇനി ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞ് ഞാൻ ഇനി പെതുക്കെ ഇറങ്ങട്ടെ. റൂമിലെത്തിയത് ഒരു തേങ്ങാമുട്ടയെ അകത്താക്കി. ഇനി ഡിന്നർ അകത്താക്കി ഞാൻ ഇനി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.